നിന്റെ വേഗതയെ കുറയ്ക്കുന്ന, നീ അനുഭവിക്കേണ്ട നന്മകളെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴിമാറുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ഇരുട്ടുകൾ, അവരുടെ തലമുറയെ ബന്ധിക്കുന്ന ഇരുട്ടുകൾ, അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ ഒതുക്കിക്കളയുന്ന, ദൈവാത്മാ പറയുന്നു ഒതുക്കിക്കളഞ്ഞ, നിന്റെ വേഗതയെ കുറച്ചു കളഞ്ഞ എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ. കൊലോസ്യർക്കെഴുതിയ ലേഖനം 1-ാം അധ്യായം 13-ാം വാക്യം. നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിൽ ആക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. ഇവിടെ അപ്പോസ്തലനായ പൗലോസ് ശ്ലീഹ കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ അതിശക്തമേറിയ ഒരു വെളിപ്പാട്, ഒരു സത്യം ആ ദൈവമനുഷ്യൻ സഭയ്ക്ക് കൈമാറുകയാണ്. അത് മറ്റൊന്നല്ല, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിക്കും എന്നല്ല, വിടുവിക്കാൻ പോകുക എന്നുമല്ല, നമ്മെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തൻ്റെ സ്നേഹസ്വരൂപനായ, സാധാ ആളല്ല, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത, ആക്കി വയ്ക്കാൻ പോകുകയല്ല, സ്നേഹസ്വരൂപനായ പുത്രൻ്റെ രാജ്യത്തിൽ ആക്കി വയ്ക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണമെന്ന് അപേക്ഷിക്കുന്നു. രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇവിടെ പൗലോസ് പറയുന്നുണ്ട്. ഒന്ന്, നമ്മെ സർവശക്തനാകുന്ന ദൈവം തൻ്റെ പുത്രനായ യേശു ക്രിസ്തുവിലൂടെ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നു. രണ്ട്, ആ പുത്രനായ ക്രിസ്തു തൻ്റെ രാജ്യത്തിൽ, ദൈവരാജ്യത്തിൽ എന്നെയും നിങ്ങളെയും ഇപ്പോൾ ആക്കി വെച്ചിരിക്കുന്നു. ഇന്നത്തെ ഈ ശുശ്രൂഷ നിങ്ങളുടെ ജീവിതത്തിൽ മറക്കാൻ കഴിയാത്ത അത്ഭുതങ്ങളെ സൃഷ്ടിക്കുന്നതായിരിക്കും. ഇരുട്ടിന്റെ അധികാരം, പറഞ്ഞ ഇരുട്ടിന്റെ അധികാരം, ഇരുട്ടിന്റെ അധികാരം. അപ്പോൾ പൈശാചിക ലോകത്തെ കുറിച്ചാണ് ആ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇരുട്ട്, ഡിമോണിക് സ്പിരിറ്റ്, പൈശാചിക ലോകം, ഡിമോണിക് വേൾഡ്, സാത്താന്യ ലോകം, അത് ഇരുട്ടിൻ്റെ ലോകമാണ്. ആ ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. ഇനി ഞാൻ ഇരുട്ട് എന്താന്നുള്ളതൊന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇരുട്ടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം, ഇരുട്ട് വെളിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മുൻപിലുള്ളതൊന്നും നമുക്ക് കാണാൻ കഴിയുകയില്ല. നിങ്ങളെ ഒരു ഇരുട്ട് നിറഞ്ഞ മുറിക്കകത്ത് കൊണ്ടുവന്നിരുത്തിയിട്ട് ഒരു ഡൈനിങ് ടേബിളിൻ്റെ മുകളിൽ കുറേ ഫ്രൂട്ട്സും കുറേ ഫുഡും ഒക്കെ എടുത്തു വെച്ചാലും ഇതൊന്നും നിങ്ങൾക്ക് കാണാനോ ഇതൊന്നും പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എടുത്ത് കഴിക്കാനോ കഴിയത്തില്ല. രണ്ട്, ഇരുട്ട് നിറഞ്ഞ ഒരു വഴിയിലേക്ക് നിങ്ങളെ ഇറക്കി വിട്ടാൽ നിങ്ങൾക്ക് എങ്ങനെ മുൻപോട്ട് പോകാൻ കഴിയും? നിങ്ങൾക്കൊരു കാരണവശാലും വേഗത്തിൽ പ്രോപ്പറായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പെട്ടെന്നൊരല്പമെങ്കിലും വെളിച്ചം വന്നാൽ നമ്മുടെ സ്പീഡ് കൂടും, നമ്മുടെ വേഗത കൂടും. ഇരുട്ട് നമ്മളെ എപ്പോഴും ലോക്ക് ചെയ്ത് കളയുന്നതാണ്. ഇരുട്ട് എപ്പോഴും നമ്മുടെ വേഗതയെ കുറയ്ക്കുന്നതാണ്. ഇരുട്ട് എപ്പോഴും നമ്മുടെ മുമ്പിൽ വെളിപ്പെട്ട് നിൽക്കുന്നതൊന്നും കാണിക്കാതെ മറച്ചു കളയുന്നതാണ്. നിന്റെ വേഗതയെ കുറയ്ക്കുന്ന, നീ അനുഭവിക്കേണ്ട നന്മകളെ തടയുന്ന സകല ഇരുട്ടിന്റെ ശക്തികളും നിന്റെ ഭവനത്തിൽ നിന്ന്, നിന്റെ ജീവിതത്തിൽ നിന്ന്, നിന്റെ തലമുറയിൽ നിന്ന് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ വഴിമാറുന്നതിനായി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന കുടുംബങ്ങളിൽ വെളിപ്പെടുന്ന ഇരുട്ടുകൾ, അവരുടെ തലമുറയെ ബന്ധിക്കുന്ന ഇരുട്ടുകൾ, അവരുടെ വിദ്യാഭ്യാസ മേഖലകളെ ഒതുക്കിക്കളയുന്ന, ദൈവാത്മാ പറയുന്നു ഒതുക്കിക്കളഞ്ഞ, നിന്റെ വേഗതയെ കുറച്ചു കളഞ്ഞ എല്ലാ ഇരുട്ടിന്റെ സ്വാധീനങ്ങളും യേശുവിന്റെ നാമത്തിൽ മുൻപോട്ട് പോകുവാൻ കഴിയാതെ
മുന്നേറാൻ കഴിയാതെ നിങ്ങളുടെ കരിയറിനോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ബിസിനസ്സിനോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ കുടുംബ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, നിങ്ങളുടെ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ നിങ്ങളുടെ മുന്നേറ്റങ്ങളെ തടയുന്ന ദൈവാത്മാവ് അങ്ങനെ തന്നെ പറയാൻ പറയുന്നു. നിന്റെ മുന്നേറ്റങ്ങളെ തടയുന്ന, നിനക്ക് പരിധികൾ വെക്കുന്ന, നിന്റെ വേഗതയെ കുറയ്ക്കുന്ന, നിനക്ക് വെളിപ്പെടേണ്ട നന്മകളെ കാണിക്കാതെ അതിനെ മറപിടിക്കുന്ന, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്ന നിധികൾ, മറവിടങ്ങളിലെ ഗുപ്തനിധികൾ യേശുവിന്റെ നാമത്തിൽ ഓപ്പണായി വരട്ടെ. Thank you, Lord Jesus. അന്ധകാരം നിറഞ്ഞ ഒരു ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അന്ധകാരം നിറഞ്ഞ ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അന്ധകാരം നിറഞ്ഞ ചില സംവിധാനങ്ങളിൽ നമ്മൾ പെട്ടിരിക്കുമ്പോൾ, വിശുദ്ധ വേദപുസ്തകം 1 പത്രോസ് 2-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ. ഓ ഹല്ലേലൂയ, I thank you Holy Spirit of God. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശം, നീ ഒരു അന്ധകാരത്തിലായിരുന്നു, നീ ഒരു ഇരുട്ടിലായിരുന്നു, പക്ഷേ യേശു കർത്താവിന് കൊടുത്തിരിക്കുന്ന പരാമർശം അത്ഭുത പ്രകാശം. The marvelous light. Jesus Christ is the marvelous and the glorious light. Marvelous in the glorious light. യേശുവിൻ നാമത്തിൽ ഞാൻ പ്രവചിക്കുകയാണ്, എത്ര ഇരുട്ടിൽ കടന്ന കുടുംബവും, എത്ര ഇരുട്ടിൽ കടന്ന ജീവിതവും, എത്ര ഇരുട്ടിൽ അകപ്പെട്ട വ്യക്തിയും ഈ പ്രകാശത്തിലേക്ക് വന്നാൽ നിന്റെ ജീവിതത്തെ ഒരു അത്ഭുതമാക്കുവാൻ, മാർവലസ് ആക്കുവാൻ, മിറക്കുലസ് ആക്കുവാൻ. I receive it. Hallelujah. ഇത് അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞാട്ടെ, ഇതൊരു സാധാരണ പ്രകാശമല്ല, ഇത് അത്ഭുത പ്രകാശമാണ്. ഈ പ്രകാശത്തിലേക്ക് വന്നവന്റെ വീട്ടിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഈ പ്രകാശത്തിലേക്ക് വന്നവന്റെ ബിസിനസ്സിനകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഇതിലേക്ക് വന്നവന്റെ ശുശ്രൂഷയ്ക്കകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഇതിനകത്ത് വന്നവരുടെ സഭയ്ക്കകത്ത് അത്ഭുതങ്ങൾ ഉണ്ടാകട്ടെ. ഇതിനകത്ത് വന്നവരുടെ തലമുറകൾ ഒരു അത്ഭുതമായി തീരട്ടെ. Marvelous light. This is the glorious light. Amen. Hallelujah. 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 നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, എനിക്ക് ആത്മാവിൽ അറിയാം, ഇന്നും ഇരുട്ടിന്റെ പിടിയിൽ കിടക്കുന്ന വീടുകളുണ്ട്, ഇരുളിന്റെ പിടിയിൽ കിടക്കുന്ന കുടുംബങ്ങളുണ്ട്, ഇരുളിന്റെ പിടിയിൽ കിടക്കുന്ന ദേശങ്ങളുണ്ട്. ഞാൻ ഇന്ന് ഇവിടെ നിന്ന് ശുശ്രൂഷിക്കുമ്പോൾ ഇത്രയും പറഞ്ഞ പ്രവചനം നടന്നെങ്കിൽ ഇതും നടക്കും. Amen. Yes. Hallelujah. Amen. Amen. നിന്റെ വീട്ടിനകത്തുനിന്ന് പകൽ ചിലത് ഇറങ്ങി പോകുകയാണ് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. നിന്നെ പീഡിപ്പിക്കുന്ന രോഗാത്മാക്കൾ, ദാരിദ്ര്യങ്ങൾ, ഞെരുക്കങ്ങൾ, ബന്ധനങ്ങൾ യേശുവിന്റെ നാമത്തിൽ വെളിച്ചം വരുമ്പോൾ അന്ധകാരം മാറും. ഒരു പാട്ടുണ്ടല്ലോ, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും. ആരാണ് യേശു? Who is Jesus? യേശു ആരാണ്? യേശു ഒരു മതത്തിന്റെ ദൈവമല്ല, യേശു ഒരു സംഘടനയുടെ വക്താവല്ല. ബൈബിൾ പറയുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നു. ഏതു മനുഷ്യനെയും, ഏതു മനുഷ്യനെയും, അതിൽ മതമില്ല, അതിൽ ജാതിയില്ല, അതിൽ സംഘടനയില്ല, അതിൽ വർഗവർണ്ണ വ്യത്യാസമില്ല, അതിൽ ദേശപരിധികളില്ല, അതിൽ രാജ്യപരിമിതികളില്ല. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നെങ്കിൽ ആ വെളിച്ചത്തിൽ വസിക്കുന്നവനെ ഇരുളിന് കീഴ്പ്പെടുത്താൻ കഴിയുകയില്ല. വിശ്വസിക്കുന്നവരെ കരങ്ങളൊന്ന് തട്ടിയേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ തേജസ്സ് ഉള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവ് ഉള്ളിലാകുമ്പോൾ
വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം Once മാറുന്നു, again. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, ആ വെളിച്ചങ്ങൾ വീശുന്നു. അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ, ആത്മസന്തോഷം കൊണ്ടാനന്ദിപ്പാൻ. ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ, ആത്മമാരി കൊണ്ടു നിറയ്ക്കണമേ. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു, Yes. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ മായായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ, മായയായ ലോകത്തിൽ ഞാൻ ചേർന്നു നിൽക്കാതെ എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും, എൻ രക്ഷകനാം യേശുവിൽ ഞാൻ ആശ്രയിച്ചിടും. വെളിച്ചങ്ങൾ വീശുന്നു, അന്ധകാരം മാറട്ടെ, 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 മാറട്ടെ. ഭവനങ്ങളിൽ നിന്ന് മാറട്ടെ, കുടുംബങ്ങളിൽ നിന്ന് മാറട്ടെ, വ്യക്തികളിൽ നിന്ന് മാറട്ടെ. വെളിച്ചങ്ങൾ ആഹാ. അന്ധകാരം മാറുന്നു, Yes. വെളിച്ചങ്ങൾ വീശുന്നു, Yes. അന്ധകാരം മാറുന്നു. ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ, ദൈവത്തിന്റെ ആത്മാവുള്ളിലാകുമ്പോൾ ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച്, പറഞ്ഞേ വിടുവിച്ച്. വിടുവിച്ച്. Amen. Let us say everyone, already I am delivered. And delivered. Already I am delivered from the darkness. Amen. Already I am delivered from all the kinds of darkness. Amen. Hallelujah, hallelujah, Hallelujah. hallelujah. എല്ലാ വിധത്തിലുള്ള ഇരുട്ടിൽ നിന്നും ഹല്ലേലൂയ, എന്റെ യേശു എന്നെ വിടുവിച്ചിരിക്കുന്നു, എന്റെ യേശു എന്നെ രക്ഷിച്ചിരിക്കുന്നു, എന്റെ യേശു എന്നെ വിടുവിച്ചിരിക്കുന്നു. Yes. Hallelujah. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നിങ്ങളെ നോക്കി ദൈവവചനം പറയുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കത്തക്കവണ്ണം തെരഞ്ഞെടുക്കപ്പെട്ട ജാതിയും Amen. രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്ത ജനവുമാകുന്നു. Amen. സ്വന്ത ജനവുമാകുന്നു. Amen. Now we are in the marvelous light. Amen. We can enjoy our Christian life because the light is here. That's why we can see everything. Amen. വെളിച്ചം ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം കാണാൻ പറ്റുന്നു. Amen. എന്റെ മുമ്പിൽ പിശാചേ, നീ വർഷങ്ങളായി എന്നെ പല നന്മകളും കാണിക്കാതെ എന്നെ ബന്ധിച്ച് ഇരുട്ടിനകത്തിട്ടിരുന്നെങ്കിൽ Yes. ഇപ്പൊ ഞാൻ അതിനകത്തല്ല. I can see. Hallelujah. യേശു കർത്താവ് തിമായുടെ മകനായ ബർത്തിമായുടെ കണ്ണിന്റെ ഇരുട്ട് മാറ്റിയപ്പോൾ അവൻ പുരുഷാരം കേൾക്ക വിളിച്ചു പറഞ്ഞു, Now I can see. Amen. I can see it. Amen. This is a prophetic message. Amen. വർഷങ്ങളായി നിന്റെ വീടിനെ നന്മ കാണിക്കാതെ Oh, Rabba. ഒരിടത്ത് അഴിക്കുമ്പോൾ അടുത്തോടം കുരുങ്ങും. Amen. ഒന്ന് ശരിയായി വരുമ്പോ ഇപ്പുറത്ത് പ്രശ്നം തുടങ്ങും. Hey. ഒന്ന് റെഡിയാകുമ്പോൾ അപ്പുറത്ത് പ്രതികൂലം. നോ നോ നോ, ഇന്നത് അവസാനിക്കുകയാണ്. Hallelujah. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ. വായ് തുറന്ന് പറയണം, വായ് തുറന്ന് പറയണം. എന്റെ ഭവനത്തിൽ ഇരുട്ട് നിനക്ക് അധികാരമില്ല. എന്റെ ദേശത്തിൽ അന്ധകാരമേ നിനക്ക് അനുവാദമില്ല. എന്റെ കുടുംബത്തിൽ, എന്റെ തലമുറയുടെ മേൽ, എന്റെ സഭയുടെ മേൽ, എന്റെ രാജ്യത്തിന്റെ മേൽ, എന്റെ ദേശത്തിന്റെ മേൽ ഇരുട്ടിനാവകാശം. എന്തിനാണ് ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത്? എത്ര പേർ പറയും ഈ മാർവലസ് ലൈറ്റ്, ഈ അത്ഭുത വെളിച്ചമായ യേശു എന്റെ അകത്തുണ്ടെന്ന് എത്ര പേർ പറയും? Amen. Hallelujah. പാസ്റ്റർ, ഈ അത്ഭുത വെളിച്ചമാകുന്ന ക്രിസ്തു നിങ്ങളുടെ അകത്തുണ്ട്. Amen. സ്വന്തം കൈ നെഞ്ചെ വെച്ചേച്ച് പറയണം, ഞാനിപ്പോൾ ഇരുട്ടിലല്ല. ഞാനിപ്പോ ഇരുട്ടിലല്ല.
ഇരുളുകൾക്ക് എന്റെ മേൽ അവകാശമില്ല. ഇരുളുകൾക്ക് എന്റെ മേൽ അവകാശമില്ല. ഓ ജീസസ്. Amen. അങ്ങനെയാണെങ്കിൽ Amen. അപ്പോസ്തല പ്രവൃത്തി 13:47 ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഒരു വാഗ്ദത്തമുണ്ട്. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. Amen. ഓ ജീസസ്. ഈ ഭൂമിയുടെ അറ്റത്തോളം രക്ഷകനാകുന്ന ക്രിസ്തുവിനെ എത്തിക്കേണ്ടതിന്, രക്ഷ, സാൽവേഷൻ, അത് ലഭ്യമാകേണ്ടതിന് Amen. ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. Amen. Jesus. യേശു കർത്താവ് പറയുന്നു, വിളക്ക് കത്തിച്ച് പറയിൻ കീഴിലല്ല, അതിനെ തണ്ടിന്മേലത്രേ വെക്കേണ്ടത്. Amen. ഈ 2026 എന്ന വർഷത്തിൽ ജാതികളുടെയിൽ, പട്ടണങ്ങളിൽ, ദേശങ്ങളിൽ, രാജ്യങ്ങളിൽ ഇരുട്ട് പിടിച്ചു കിടക്കുന്ന അനേക കുടുംബങ്ങളിൽ എന്റെ ദൈവം നിന്നെ ഒരു വെളിച്ചമാക്കി വെക്കും. I receive it. Hallelujah. This is a prophetic word. I receive it. യേശുവിന്റെ നാമത്തിൽ ഞാൻ പ്രഖ്യാപിക്കുന്നു, ഈ 2026 നിന്നെ ഒരു വെളിച്ചമാക്കി, ദേശത്തിൽ ഒരു വെളിച്ചമാക്കി വെക്കും.